ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബാർജിലെ ഈദിൻ്റെ സെലിബ്രേഷൻ ആണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇപ്പം നമ്മളിപ്പം നേരെ മെസ്സോളിലോട്ടാണ് പോകുന്നത്. കുറേ ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഫുഡാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ മിസാലിനകത്തോട്ട് കയറി. ആദ്യത്തെ ഏരിയ എന്ന് വെച്ചാൽ സലാഡിൻ്റെ ഏരിയ ആണ്. പലതരത്തിലുള്ള സാലഡാണ് ഇരിക്കുന്നത്. ആപ്പിളിൻ്റെ സാലഡുണ്ട്, അതുപോലെ സാൽമൺ ഫിഷിൻ്റെ സാലഡുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള സാലഡാണ് ഇരിക്കുന്നത്. ഈ സാലഡിൻ്റെ ഏരിയ കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോൺ വെജിൻ്റെ ഏരിയയിലോട്ടാണ് ചെല്ലുന്നത്. നോൺ വെജിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ സാൽമൺ ഫിഷ് ഉണ്ട്, അതിന് വെച്ചിട്ടുണ്ട്. അതുപോലെ കബാബുകളുണ്ട്, പലതരത്തിലുണ്ട്. ചിക്കൻ കബാബുണ്ട്, ബീഫ് കബാബുണ്ട്. അതുപോലെ ഫുള്ള് ഒരു തന്തൂരി ചിക്കൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ ഉണ്ടോ സാൽമൺ ഫിഷ് ഇരിക്കുന്നതുണ്ടോ, ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ബാർജിൽ ഇവരുണ്ടാക്കിയായിരുന്നു. അതേ ഷെഫ് തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. പിന്നെ പോകുമ്പോൾ നമ്മൾ സ്വീറ്റ്സിൻ്റെ ഏരിയയിലിട്ടുണ്ട്. സ്വീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സ്വീറ്റ്സുമാണ്. അത് കുറേ സ്വീറ്റ്സൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയുള്ളൂ. എല്ലാ സ്വീറ്റ്സൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഉണ്ട് ഡോണറ്റ് ഉണ്ട്, രസഗുള, പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, പിന്നെ ഇതാണ് ഈദ് മുബാറക്കിൻ്റെ കേക്ക് ഉണ്ടാക്കി. കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാൻ കേക്ക് കഴിച്ചായിരുന്നു. പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കണ്ടോ, ബനാന ഉണ്ട്. പിന്നെ ഹാപ്പി എന്നുള്ള ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. മെസ്സുകാർ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം ഇതെല്ലാം. ഇത് നമ്മുടെ ഫ്രണ്ടാണ് ജയൻ ചേട്ടൻ, ട്രിവാൻഡ്രം. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം അവിടുത്തെ ജോലിക്കാരൊക്കെയാണ്. അത് ഷമാമിൻ്റെ ഫുഡ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കണ്ടോ, പലതരത്തിലുള്ള സ്വീറ്റ്സ് ഐറ്റംസാണ്. പായസമാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഒന്നും കഴിച്ചില്ല, എല്ലാം ഒന്നും കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല നമ്മുടെ വയറിന്. കണ്ടോ, ഇത് കുറച്ച് ഒരെണ്ണം കഴിച്ചായിരുന്നു. കണ്ടോ, പഴങ്ങൾ ഇരിക്കുന്നുണ്ട്, ബനാനയുണ്ട്, ഓറഞ്ചുണ്ട്. ഇത് പിന്നെ സ്വീറ്റ്സിൻ്റെ ആണ്. ലഡു നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സാൽമൺ ഫിഷാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ കത്തിക്കും സാനിറ്റൈസർ വെച്ചിട്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസിൻ്റെ ഏരിയയാണ്. പ്രോൺസ് ഇരിക്കുന്നുണ്ടോ, പ്രോൺസ് കുറച്ച് കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സാൽമൺ ഫിഷ് ഇപ്പം കത്തിക്കുകയുണ്ടോ, സാനിറ്റൈസർ ഉപയോഗിച്ചാണ് കത്തിക്കുന്നത്. ഇത് കത്തിച്ചിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. ആദ്യം ഈ സാൽമൺ ഫിഷിനെ ഉപ്പ് വെള്ളം നനച്ചിട്ട് പൊതിഞ്ഞ് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാനിറ്റൈസർ ഒഴിച്ചിട്ട് കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞിട്ട് ഈ ഉപ്പ് പൊളിച്ചിട്ടാണ് അവർ ഇതെടുത്ത് കഴിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. നമുക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മസാലയൊന്നുമില്ല. അത് ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഇതവർ പൊളിക്കും. കണ്ടോ, ആ ഉപ്പെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് അത് ഷെഫ് കഴിഞ്ഞ ബാർജിൽ ഇത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഷെഫ് തന്നെയായിരുന്നു ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇത് ഉപ്പ് ഇങ്ങനെ മാറ്റും. ഇത് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് ഉപ്പ് മാറ്റിയിട്ട് അതിന് മുകളിൽ തൊലി കളഞ്ഞിട്ടാണ് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നത്. സാൽമൺ ഫിഷാണ്, ഭയങ്കര വില കൂടിയ ഫിഷാണ്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.